ജനസഭ വീണ്ടും ആരംഭിക്കുകയാണ്. ഇപ്രാവശ്യം നെല്ലായ ഗ്രാമപഞ്ചായത്തിലാണ്. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയവും വികസനവും തന്നെയാണ് ജനസഭ ഇപ്രാവശ്യം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് LDFനെ പ്രതിനിധീകരിച്ച് CPMലെ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയ ശ്രീ C. ബാബു, അതുപോലെ തന്നെ UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ശ്രീ ഉനൈസ് മാരായമംഗലം, BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രമേശൻ മാസ്റ്റർ എഴുവന്തല എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം CPMലെ ശ്രീ ബാബുമാഷോട് ചോദിക്കുകയാണ്, രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള രാഷ്ട്രീയവും വ്യത്യസ്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ CPM LDF നെല്ലായ പഞ്ചായത്തിൽ വോട്ട് ചോദിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? ഈ ജനാധിപത്യത്തിലെ ഉത്സവങ്ങളാണ് തെരഞ്ഞെടുപ്പുകൾ. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കേളികൂട്ട് ഉയർന്നിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ മാധ്യമങ്ങളും ഒക്കെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ നിൽക്കുന്ന ഞാനാണെങ്കിലും രമേശൻ മാഷാണെങ്കിലും ഉനൈസൊക്കെ ഈ ഉത്സവത്തിൽ കാര്യമായി ഇടപെടുന്ന ആളുകളാണ്. ഈ ഉത്സവത്തിലെ മാധ്യമങ്ങൾക്ക് നിർണായകമായൊരു പങ്കുണ്ട്. ഏതാണെങ്കിലും ആ പങ്ക് നിർവഹിക്കാൻ വേണ്ടി ഇത്തരമൊരു ജനസഭ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ജനാധിപത്യം എന്നുള്ളത് ഇന്ന് വളരെ അപകടകരമായൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യമാണെങ്കിലും മതനിരപേക്ഷതയാണെങ്കിലും ഫെഡറലിസമാണെങ്കിലും സോഷ്യലിസമാണെങ്കിലും ഇതൊക്കെ എന്താണോ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത് അതില്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന രൂപത്തിലുള്ള വളരെ ആസൂത്രിതമായ ഗൂഢമായ ശ്രമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, മിനിഞ്ഞാന്നത്തെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. 4ാമത്തെ സുപ്രീം കോടതിയുടെ വിധിയാണ്. പഞ്ചാബിൻ്റെ തലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കൊടുത്തൊരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടുത്തെ മേയർ തിരഞ്ഞെടുപ്പിൽ തുല്യമായ വോട്ടുകളാണ് ആ കോർപ്പറേഷന് കിട്ടിയത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, തുല്യമായ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നറുക്കെടുക്കുക. നറുക്കെടുത്തപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് ചെയർമാനായി തീരുമാനിക്കപ്പെടേണ്ടത്. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ 2 പേര് ആ പെട്ടിയിലിട്ട് നറുക്കെടുത്തപ്പോൾ പെട്ടിയിലുള്ള ആളാണ് വിജയിച്ചതെന്ന് പ്രഖ്യാപിക്കാണ്ടായി. ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരത്തിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണ്. അവിടെ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി മറ്റൊരു വിധി ഉണ്ടായത്. നമ്മുടെ ജനാധിപത്യം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലും അതുപോലെ റിസോർട്ടുകളിലും ഒക്കെ കാവലിരിക്കുന്ന രൂപത്തിലേക്ക് ജനാധിപത്യം മാറിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധിയുണ്ടായി. വിധി അനുസരിക്കാൻ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ പൗരന്മാരും ബാധ്യസ്ഥരാണ്. ആ വിധിയുമായി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞാൻ അങ്ങോട്ടേ കടക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രശ്നം, ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് പ്രധാനമന്ത്രിയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തരം 73 വർഷങ്ങൾക്ക് മുമ്പേ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായൊരവസ്ഥ ഉണ്ടായപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ വ്യത്യസ്തമായി ഒരുപക്ഷെ ആ പാർട്ടിയിലെ ആളുകൾ ഉൾപ്പെടെ, ഞാൻ എല്ലാവരും എന്ന് പറയുന്നില്ല, നമ്മുടെ മതനിരപേക്ഷതയെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലാണെങ്കിലും കലകളിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും ഒക്കെ മതനിരപേക്ഷത ഇല്ലാതാക്കുന്ന രൂപത്തിൽ സമീപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ഫെഡറലിസം. നമ്മൾ സാധാരണ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയാറുണ്ട്. ഇപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള വാക്ക് വന്നത്. നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന പദാവലി യൂണിയൻ ഗവൺമെൻറ് എന്നാണ്. 28 സംസ്ഥാനങ്ങളിലെ യൂണിയനായി പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെൻറ് തങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ രാഷ്ട്രീയമായി വിയോജിപ്പുള്ള സംസ്ഥാനങ്ങൾ, അത് കേരളം മാത്രമല്ല,
കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിലും ആം ആദ്മി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിലും അവിടെയൊക്കെ ആ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ അട്ടിമറിക്കുന്ന രൂപത്തിൽ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട ഫണ്ടുകൾ നിരസിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായി ഫോക്കസ് ചെയ്യപ്പെടുന്ന പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരിതസ്ഥിതിയിലും കേരളത്തിൽ രണ്ടാമത് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള നീതി ആയോഗിൻ്റെ എല്ലാ മേഖലകളിലും കേരളമാണ് മുൻപന്തി നിൽക്കുന്നത്. മാത്രമല്ല, ദരിദ്രരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് ദരിദ്രർ അധിവസിക്കുന്ന സംസ്ഥാനമാണ് കേരളം. വ്യവസായ മേഖലയിൽ പൊതുമേഖലാ സംസ്ഥാനങ്ങളെല്ലാം ലാഭത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യവസായ രംഗത്ത് തൊഴിലില്ലായ്മ കേരളത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 2 വർഷക്കാലം അല്ലെങ്കിൽ 3 വർഷമായിട്ട് സംരംഭക വർഷമായി ആചരിച്ച് ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചത്. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് പേങ്ങാട്ടിൽ നിന്ന് നെല്ലായ വരെ നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്താൽ ചുരുങ്ങിയത് ഇത്തരം സംവിധാനത്തിലൂടെ തുടങ്ങിയ 3-4 സംരംഭങ്ങൾ റോഡൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നിപ്പോൾ എഴുപന്തലയിൽ അത്തരമൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ശക്തമായി കേരളത്തിൽ നടന്നു വരുന്നു. അടിസ്ഥാന വികസന രംഗത്ത് ഇന്നലെയാണ് 98ാമത്തെ പാലം ഉദ്ഘാടനം ചെയ്തത്. ദേശീയ ഹൈവേ ആണെങ്കിലും തീരദേശ ഹൈവേ ആണെങ്കിലും മലയോര ഹൈവേ ആണെങ്കിലും അത്തരത്തിൽ അടിസ്ഥാന വികസന രംഗത്തും ഏറെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളിൽ പോകുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ രംഗത്തും ഉണ്ടായ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വികസനത്തെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ന്യായമായി ലഭിക്കേണ്ട പല ഫണ്ടുകളും നിഷേധിച്ചുകൊണ്ട് ഉള്ളൊരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തോടു കൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ ജനസഭ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. ജനാധിപത്യം അപകടാവസ്ഥയിലാണെന്നും അതുപോലെ ഭരണഘടനയും അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ള ആക്ഷേപം ഏറ്റവും കൂടുതൽ ഉയരുന്നത് ഒരു പക്ഷേ ഇടതുപക്ഷത്തു നിന്നും അല്ലെങ്കിൽ കോൺഗ്രസ് നിന്നും ഒക്കെ ആയിരിക്കും. BJP കേന്ദ്രം ഭരിക്കുമ്പോൾ ഇല്ലെങ്കിൽ 10 വർഷത്തേക്ക് മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ ഒരു ആരോപണം നേരിട്ടുകൊണ്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ BJP മുന്നോട്ട് പോകും? എല്ലാവർക്കും നമസ്കാരം. ബാബുമാഷ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 10-60 വർഷക്കാലം ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ 10 വർഷക്കാലം ഭാരതത്തിനുണ്ടായി എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ രാജ്യത്തെ ഫെഡറലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കുന്നവൻ്റെ കഴിവ് പോലെയാണ്. ആശയപരമായിട്ട് വാക് ചാതുര്യമുള്ള ആളുകൾ ഭരിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടാനുസരണം ജനാധിപത്യത്തെ മാറ്റിമറിക്കാറുണ്ട്. ഫെഡറലിസത്തെയും മാറ്റിമറിച്ചിട്ടുണ്ട്. ഇതിലിവിടുത്തെ LDFോ UDFോ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സോ ഒന്നും തന്നെ ഇതിൽ വ്യത്യസ്തരല്ല. എല്ലാവരും തുല്യ പങ്കാളികളാണ്. പിന്നെ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ BJP ജയിക്കുന്ന സമയത്ത് അവിടെ കൃത്രിമം കാട്ടി ജയിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ, മറുഭാഗത്ത് കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ല. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ജയിച്ചപ്പോഴൊന്നും പറയാനില്ല. അപ്പോൾ BJP ജയിക്കുമ്പോൾ അവിടെ കൃത്രിമം കാണിക്കുന്നു, അല്ലെങ്കിൽ NDA ജയിക്കുമ്പോൾ കൃത്രിമം കാണിക്കുന്നു എന്ന ആ ഒരു പതിവ് പല്ലവി, അതുമാത്രമാണ് ഇവർക്ക് ഇന്നും പറയാനുള്ളത്, ഇവിടെയും പറയാനുള്ളത്. പിന്നെ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഗ്രാമവികസനങ്ങളെന്ന് പറയുന്ന സമയത്ത് നാം നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ അവിടെ എന്താ നടക്കുന്നത്? ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലീഗിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെ മഹാഭൂരിപക്ഷമുള്ള CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഇഷ്ടാനുസരണം പദ്ധതികൾ കൊടുത്തവർക്ക് തന്നെ കൊടുത്ത്
ശൗചാലയത്തിന് 3ഉം 4ഉം തവണ കൊടുത്ത ഓരോ വ്യക്തികളും ഓരോ വാർഡിലുമുണ്ട്. ഒരു തവണയല്ല, പലതവണ. വീടുകൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടും വീണ്ടും കൊടുത്ത വാർഡുകളുണ്ട്. എവിടെയാ ജനാധിപത്യം? ഞാൻ ചെറുതായിട്ട് ചൂണ്ടിക്കാണിച്ചു നൽകും. എവിടെയാ സോഷ്യലിസം? ഇല്ല. അപ്പോൾ ഇവർ ചൂണ്ടിക്കാണിച്ചിടത്ത് തന്നെയാണ് ഇതിന് കുഴപ്പം. ഇനി ഈ ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കെ പബ്ലിക്കിൽ, പൊതുജനങ്ങൾക്ക് മുമ്പിൽ NDA എന്ന പേരിൽ BJP നേതൃത്വം കൊടുക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വികസനത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റാത്ത ഒരു വ്യക്തിയും ഇന്ന് ഇന്ത്യ രാജ്യത്തില്ല. എല്ലാ മേഖലയിലുള്ള ആളുകളെയും, എല്ലാ വ്യക്തികളെയും, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം എല്ലാവരെയും കരുതിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നത്. മാത്രമല്ല, ഭാരതീയൻ എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്ത് ഭാരതത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തി എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അവൻ്റെ യശസ് അത് വാനോളം ഉയർന്നു എന്ന് നിഷ്പക്ഷമതികളായ ഇവിടുത്തെ വോട്ടർമാർ പറയും. രാഷ്ട്രീയത്തിന് വേണ്ടി നമുക്ക് വിമർശിക്കാം, പക്ഷെ അതിനപ്പുറം ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഭാരതമെന്ന് പറയുന്ന രാജ്യം 5ാമത്തെ സ്ഥാനത്തേക്ക് വന്നു എങ്കിൽ അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ നേട്ടമാണ്. ഈ നാട്ടിലെ ഓരോ വോട്ടർമാർക്കും അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഈ ഗവൺമെൻറ്റിന് അഴിമതിരഹിതമായിട്ടുള്ള ഭരണമാണ്. എവിടെയും തന്നെ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിനൊരു ശബ്ദം പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ. അദ്ദേഹം ഈ രാജ്യത്തെ സേവിക്കുന്ന ഒരു സേവകൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ നമുക്കറിയാം, റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കറുത്ത കുപ്പായമിട്ട് നടക്കാൻ പറ്റില്ല. പ്രതിഷേധത്തെ പേടിച്ച് പട്ടാളമാണ് കൂടെ നടക്കുന്നത്. ഈ ഒരവസ്ഥ ഈ മുന്നണിക്കുണ്ടായത് എന്തുകൊണ്ടാണ്? അപ്പം ഞങ്ങൾ പറയുന്നത്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്ത സഹായങ്ങൾ, പദ്ധതികൾ, ജനങ്ങൾ അനുഭവിച്ച പദ്ധതികൾ, അവയെ വിലയിരുത്തിക്കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും, ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുന്നത്. കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും അത് പ്രാദേശിക തലത്തിലായാലും UDF പ്രതിപക്ഷ സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ പ്രതിപക്ഷ നിരയിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഓരോ ആക്ഷേപങ്ങളും കേൾക്കുന്ന പ്രതിപക്ഷ നിരയിലുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ UDF-ഉം അതുപോലെ മുസ്ലിം ലീഗും ഇപ്പോഴത്തെ ഈ അവസ്ഥയെ എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഇവിടെ 300 വർഷക്കാലം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാതെ ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. അത് നിരന്തരം പോരാട്ടങ്ങളുടെ ഫലമായി, നമ്മുടെയൊക്കെ പൂർവികരുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്തൊട്ടാകെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ പ്രതീക്ഷയോടെയാണ്. ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, അവരുടെ വിഷനും ഒക്കെ രണ്ടാളുകളും അവതരിപ്പിച്ചു. ഒരു കാര്യം, BJP ഭരണം തുടങ്ങിയ 2014 മുതലല്ല ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1947 ആഗസ്റ്റ് 15 മുതൽ ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചു. ഒരുപാട് ഭരണാധികാരികൾ, ഏകദേശം 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ തുടക്കത്തിൽ തന്നെ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
300 വർഷം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 300 വർഷമാണ് ബ്രിട്ടീഷ് ഈ രാജ്യം ഭരിച്ചത്. ഒരു കരിമ്പിൻ ചണ്ടിയെ പോലെ ഈ രാജ്യത്തെ വലിച്ചെറിഞ്ഞ് ഇവിടുന്ന് പോയി. നമുക്കന്ന് 20 രാജാക്കന്മാരുടെ ഇവിടെ ഉള്ളത്, 20 ഗ്രാമങ്ങളിലാണ് വൈദ്യുതി ഉള്ളത്. 20 രാജാക്കന്മാർക്കാണ് ഇവിടെ ടെലിഫോൺ സംവിധാനം, ഇത്രയൊന്നും നൂതന സംവിധാനമില്ലാത്ത കാലത്ത് രാജാക്കന്മാർക്കുള്ളത്. ഈ BJPയുടെ ആളുകൾക്ക് ഇപ്പം ഇങ്ങനെ നരേന്ദ്രമോദിയെ വല്ലാതെ ഒരു വീരപുരുഷനാക്കി മാറ്റി. ഈ രാജ്യത്തിൻ്റെ എല്ലാ കുതിപ്പിലും നരേന്ദ്രമോദിയാണ്. അതിനെല്ലാം ഇത്രയും വലിയ രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യ രാജ്യത്തെ ഉയർത്തിപ്പിടിച്ചത് എന്ന് പറയാൻ നിങ്ങൾ പറയണം. ഞങ്ങൾ പറയട്ടെ, ഈ UDFൻ്റെ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന ഈ രാജ്യത്ത് എത്ര കമ്പനികൾ തുടങ്ങി ഈ മേഖലയിൽ? നിങ്ങളുടെ ഇവിടെ കോൺഗ്രസ് 60 വർഷക്കാലമായി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് നിങ്ങൾ പാർട്ടിയെ വളർത്തി, പാർട്ടിക്ക് മന്ദിരങ്ങൾ ഉണ്ടാക്കി, ചില നേതാക്കൾക്ക് 300-140 കോടിയുടെ വലിയ വലിയ പ്രതിമകൾ സൃഷ്ടിച്ചു എന്നതല്ലാതെ അത് ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഫണ്ട് കൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ വൈദ്യുതിയാണ് എങ്കിൽ, അതല്ലെങ്കിൽ മറ്റു നേട്ടങ്ങളാണ് എങ്കിൽ, ഈ രാജ്യം ഭരിച്ച 4 വിമാനങ്ങളാണ് ഇന്ത്യക്ക് ആ സമയത്തുണ്ടായിരുന്നത്. 20 ടാങ്കറുകൾ രാജ്യത്തിൻ്റെ 4 വർഷങ്ങളും തുറന്നു കിടക്കുകയാണ്, എതിരാളികൾക്ക് കയറാം. പിന്നെ നിങ്ങൾ നേട്ടങ്ങൾ പറയുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നേട്ടങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നരേന്ദ്രമോദി 2014 ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി കയറി വരുന്ന ഒരു സമയത്ത് നമ്മളൊക്കെ കണ്ടതാണ്, പാർലമെൻറ്റിൻ്റെ മുമ്പിൽ കമിഴ്ന്നു കടന്നുകൊണ്ട് അദ്ദേഹം ആ ചവിട്ടുപടിയെ ചുംബിച്ചുകൊണ്ട് എണീറ്റുകൊണ്ട് ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരനാണ്, നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഒരു തരി മണ്ണ് മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ കവർന്നെടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, 11 കിലോമീറ്റർ ചൈന ഇന്ത്യയുടെ അകത്തേക്ക് പ്രവേശിച്ച് പുതിയ ഗ്രാമങ്ങൾ പണിതു. നമ്മുടെ ഈ പറയപ്പെടുന്ന ന്യൂനത, ഈ പുതിയ ഇന്ത്യയിൽ പുതിയ ഗ്രാമങ്ങൾ BJPയാണ് ഭരിക്കുന്നത്. പുൽവാമയിൽ വന്ന് അടിച്ചത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ എതിരാളികളായ പാകിസ്ഥാൻ വന്ന് പാവപ്പെട്ട നമ്മളെ ജവാന്മാരെ കൊലപ്പെടുത്തി വീരമൃത്യു വരിക്കേണ്ടി വന്നു രാജ്യത്തിന് വേണ്ടി. ഇതൊക്കെ നടന്നത് നമ്മുടെ ഈ രാജ്യത്ത്. എന്താണ് പറഞ്ഞത്? ഞാനിവിടെ നിങ്ങൾക്കൊരു ഇന്ത്യയെ പണിയും, ഇന്ത്യയുടെ മണ്ണ് ഞാൻ വിട്ടുകൊടുക്കില്ല. പിന്നെ വിലക്കയറ്റം, ഇവിടെ ഇപ്പം അരി കൊടുക്കുന്നുണ്ട്, ഗ്യാസിൻ്റെ വില എന്താണ്, പെട്രോളിൻ്റെ വിലയാണ് ഞാൻ ദീർഘിപ്പിക്കല്ല. രണ്ടാമത് കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെൻറ്, ഈ ഒരു വല്ലാത്ത ഒരു ചൊല്ലാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല, ഓക്കെ, നമ്മളതൊക്കെ പറയാം. എന്താണ് 10-8 വർഷക്കാലമായി കേരളത്തിൻ്റെ അവസ്ഥ? സ്വാഭാവികമായി കേരളത്തിൽ എന്താണ് നമ്മുടെ ഒരു അവസ്ഥ? നമ്മൾ ഏത് മേഖലയിലാണ് ഇവിടെ ജീവിക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്താത്തത് സർക്കാർ? നിഖില മേഖലയിലും, അത് നികുതി ഇനത്തിൽ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ സാമ്പത്തികമായി ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് അത് അവരുടെ നേതാക്കൾക്ക്, സർക്കാരുകൾക്ക് സുഖിക്കാൻ, ബസ്സിലായി, ഫ്ലാറ്റിലായി, അതല്ലെങ്കിൽ പശുവിന് അവർക്ക് സംഗീതം ആസ്വദിക്കാൻ, ഇങ്ങനെ എല്ലാ മേഖലയിലും. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പൊതുസമൂഹം കാണുന്നത് ഒരു മരുഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോഴുണ്ടാകുന്ന പറവകൾക്ക്, കിളികൾക്ക് എത്രമാത്രം സന്തോഷകരമാവും ആശ്വാസകരമാവും എന്ന രീതിയിലാണ് കേരളത്തിലെ, ഇന്ത്യയിലെ പൊതുജനം, വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇങ്ങനെ അടിക്കുന്ന 2 കേരളവും കേന്ദ്രവും കൂടി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന, അവരെ ഞെരുക്കുന്ന ഇടയിലേക്ക് അവർക്കൊരു മഴയായി, ആശ്വാസമായി വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ പൊതുസമൂഹവും ഇതിനെ കാണുന്നത്. ചോദ്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. രമേശ് മാഷ് പറഞ്ഞ പ്രകാരം കേരളത്തിന് 7 വർഷം, 10 വർഷത്തോളമായി എന്ത് നാട്ടാണ് BJP കേരളത്തിൽ ഉണ്ടാക്കിയത്? ഒന്ന്. രണ്ടാമത്തെ, ഈ റെയിൽവേ സ്റ്റേഷൻ വിറ്റാണോ, എയർപോർട്ട് വിറ്റാണോ വികസനം? രമേശ് മാഷ് പറയും. കേരളത്തിലെ 7 വർഷത്തെ വികസനം ചോദ്യം ചോദിച്ച വ്യക്തിക്ക് തന്നെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഏത് ആനുകൂല്യങ്ങളും കിട്ടാത്ത
നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ രാജ്യത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ ആയുഷ്മാൻ ഭാരത്, അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി, സുകന്യ സമൃദ്ധി, മുദ്ര ലോണ്, അതുപോലെ PM പ്രൈം മിനിസ്റ്ററുടെ ഇൻഷുറൻസ് പദ്ധതികൾ, നിരവധിയായിട്ടുള്ള പദ്ധതികൾ 7 വർഷമായിട്ട് ഇതേ ഇരിക്കുന്നതിൽ ആർക്കും കിട്ടിയിട്ടില്ല, ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ചോദ്യം രാഷ്ട്രീയ പ്രേരിതമാവാം, പക്ഷെ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. ഈ കേരളത്തിൽ BJP എന്താ ചെയ്തതെന്നാണ്. കഴിഞ്ഞ 10 വർഷവും BJP ഭരിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു MP കിട്ടിയിട്ടല്ല. ഞങ്ങളന്നും പറഞ്ഞിരുന്നു, ഈ നാട്ടിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. അന്ന് BJP മത്സരിച്ചിരുന്നു. അന്നും നിങ്ങളെന്താ ചെയ്തത്? നിങ്ങളിപ്പോൾ മത്സരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, ഒരാൾ മതി, പോരെ? കേരളം വിട്ടാൽ ഇവർ രണ്ടു കൂട്ടരും ഒറ്റക്കാണ്, ഇന്ത്യ മുന്നണിയാണ്. NDA തോൽപ്പിക്കുക, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്ന ഒരു ലക്ഷ്യമല്ലാതെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് എന്ത് ലക്ഷ്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്? ഒരു ലക്ഷ്യമില്ല. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം, എന്നിട്ടോ താഴെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലടിയാണ്. ഇപ്പം ഇവരുടെ ഇന്ത്യ മുന്നണി വന്നപ്പോൾ പല സ്റ്റേറ്റുകളിലും അവർക്ക് അടി തുടങ്ങി. കേരളത്തിൽ ഇവർ മാറി മാറി മത്സരിച്ച് ഇടതൊന്നും വലതൊന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ BJPയെ തിരഞ്ഞെടുക്കില്ല. ഇവിടെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. നിങ്ങൾ കണ്ടില്ലേ, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ 25 വർഷവും 30 വർഷമൊക്കെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അവിടെ നിലം തൊടാതെ കോൺഗ്രസിൻ്റെ പിന്നാലെ നടക്കുകയാണ്. സീറ്റ് ഞങ്ങൾ നിങ്ങളെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ വരൂ, നിങ്ങൾ അങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇരി നടക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറഞ്ഞില്ല. അടുത്ത ചോദ്യം കേൾക്കില്ലേ? BJPയുടെ പ്രതിനിധിയോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേൾക്കുന്നില്ലേ? BJPയുടെ പ്രതിനിധിയോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ കാലത്തും ഈ കേരളത്തിലെ ജനങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കുന്ന പല കാര്യങ്ങളും പറയാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് മിഷൻ പദ്ധതിയും PMAY പദ്ധതിയും ഒന്നാണോ എന്നുള്ള ചോദ്യം. PMAY പദ്ധതിയിൽ നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങളുടെ വിഹിതമായി നൽകുന്നത് എന്നുള്ള ചോദ്യം. അതിൻ്റെ കൂട്ടത്തിൽ ഒരൊറ്റ ചോദ്യം കൂടി. കഴിഞ്ഞ 3 വർഷമായി കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ വിടി. ഈ നെല്ലായ പഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷത്തിൽ PMAY പദ്ധതിയിൽ എത്ര വീടുകൾ കൊടുത്തു എന്നും അതിൻ്റെ കൂട്ടത്തിൽ ഒരൊറ്റ ചോദ്യം കൂടിയും. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു, ഇവിടെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഗുണഭോക്താവിന് തന്നെ രണ്ട് പേർക്ക് ഒരു ഗുണഭോക്താവിന് തന്നെ വീണ്ടും വീട് അനുവദിച്ചു എന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്തി പോകണം എന്നുള്ളതാണ് പറയുന്നത്. ആനുകൂല്യങ്ങൾ 2-3 തവണ കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അത് തിരുത്തുന്ന പ്രശ്നമില്ല. വേണമെങ്കിൽ നമുക്ക് പൊതുവേദിയിലെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ കാണിച്ചു തരാം. തെളിവുകളുണ്ട്. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. മറുപടി പറയണേ കേക്കട്ടു. മറുപടി പറയുന്നത് കേക്കൂ. മറുപടി പറയണോ കേക്കൂ. അതെ, ഇത് ജാതിയും മതമൊന്നും പറയണ്ട. ഞാൻ പറയണത് ഇത് ഇവിടുത്തെ സത്യമായുള്ള കാര്യമാണ്. പേരൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം. പക്ഷെ ഞാനിപ്പോ പറയണത് ഞാൻ മുഴുവൻ പറയട്ടെ. അദ്ദേഹം മറുപടി പറയട്ടെ. ആവേശം കൊണ്ടിട്ടൊന്നും നമുക്ക് ഒരു രക്ഷയില്ല. ആവേശം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായോ? ആവശ്യം ഇതിവിടെ നടക്കുന്ന സംഭവങ്ങളാണ്.
ആവേശം മൂത്തിട്ട് BJP ക്ക് ഇവിടെ പ്രതിനിധിയില്ല പഞ്ചായത്തിൽ എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ വ്യക്തമായ രേഖകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് ഞാൻ തരും. മനസ്സിലായോ? ഇത് ഗ്രാമസഭകളിലെ നിങ്ങൾ അവിടെ ഇരിക്കൂ. ഗ്രാമസഭകളില് ലിസ്റ്റ് കൊടുത്ത ആളുകളുടെയും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത് ഇത് ഇവിടെ നടക്കുന്ന സംഭവമാണ്. ഇതിനെ ആരും മെമ്പർമാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. ഇനി മറ്റൊരു കാര്യം, PM ആവാസ് യോജന പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിൽ വീട് കൊടുക്കുന്നത് പഞ്ചായത്തിന്റെ പരിപാടിയിലാണ്. പഞ്ചായത്ത് അത് ഇവിടെ എന്താ ലൈഫ് മിഷനാക്കി. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കേരളത്തിൽ വന്നപ്പോൾ ലൈഫ് മിഷൻ അല്ല, അത് എല്ലാവർക്കും ചോദിച്ചത് കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ് എന്നുള്ളതാണ് കൃത്യമായി ചോദിക്കുന്നത്. അതാണ് പറയുന്നത്. ഇതില് കേന്ദ്രത്തിന്റെ വിഹിതം വളരെ കുറച്ചാണ്. ബഹളം വെക്കണ്ട. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് എല്ലാ സംസ്ഥാന സർക്കാരുകളും കൊടുക്കുന്ന അത്രയും വിഹിതം കൊടുക്കാൻ കഴിയില്ല. ഇതിവിടെ 60 വർഷക്കാലം ഭരിച്ച കോൺഗ്രസും കൊടുത്തിട്ടില്ല, LDF-ഉം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? നിങ്ങള് ഇവിടെ ലൈഫ് പദ്ധതിയിലൂടെയാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയുടെ പേര് മാറ്റി. കേരളത്തിൽ ആ പദ്ധതിയേ ഇല്ല. PM വിശ്വകർമ്മ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. നിങ്ങൾ അത് ലൈഫ് മിഷന്റെ പദ്ധതിയായിട്ടാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്. ഓക്കെ ചോദിക്കൂ. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. രമേശ് മാഷ് അറിഞ്ഞോ അറിയാതെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ലൈഫ് മിഷനും PMAY രണ്ടാണ്. PMAY പദ്ധതി എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യുന്ന പദ്ധതിയാണ്. ലൈഫ് മിഷൻ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വേറെ പദ്ധതിയാണ്. രണ്ടും 2 ലിസ്റ്റാണ്. മുനീർ ചോദ്യം ഞാൻ മറുപടി പറയാം. രമേശ് മാഷ്ക്ക് അറിയേണ്ടാവില്ല, ഒരു പക്ഷേ മാറിപ്പോവാണ് രമേശ് മാഷ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഏതാണ്ട് 185 വീടുകൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്ന ശേഷം കൊടുത്തിട്ടുണ്ട്. എന്നാൽ PMAYയിൽ ബ്ലോക്ക് പഞ്ചായത്ത് 807 ആളുകളുടെ പേര് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 വർഷം മുമ്പേ കൊടുത്ത 22 ആൾക്ക് ഒഴികെ 3 വർഷമായി ഒരാൾക്ക് പോലും PMAY പ്രകാരം പൈസ കൊടുക്കുന്നില്ല. മാത്രമല്ല PMAY പദ്ധതി പ്രകാരം കേരളത്തിൽ മാത്രമാണ് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. കൊടുക്കാനുള്ള കാരണം ലൈഫ് സ്കീം പ്രകാരം 4 ലക്ഷം രൂപ വീടിന് കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന യൂണിയൻ ഗവൺമെൻറ്, ഞാൻ കേന്ദ്രം എന്നുള്ള വാക്ക് അറിയാണ്ട് വന്നു പോവാണ്, യൂണിയൻ ഗവൺമെൻറ് 72,000 രൂപ കൊടുത്ത് ബാക്കി വരുന്ന 3,28,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. 72,000 രൂപ കൊടുത്തിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് നടക്കൂലെന്ന്. ഇത് രണ്ടാണ്. രമേശ് മാഷ് അറിയാതെയാണെങ്കിൽ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യമാണത്. ചോദിക്കൂ. ലൈഫ് മിഷന്റെയും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്രയുണ്ട്? ആദ്യം പറഞ്ഞതാണ്, ഇവര് 2 പേരും ഇവരെ പ്രധാനപ്പെട്ട പ്രവർത്തനം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുക. പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവരൊരു കണക്കും പറയാം. കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. കേരളത്തിൽ ജനങ്ങളെ കബളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കബളിപ്പിക്കല്ലേ? അതല്ല, എന്താണ് ഈ രാജ്യത്ത് കയറി വന്ന് ഈ രാജ്യത്തിന്റെ അവകാശം സംരക്ഷിക്കും. ഈ രാജ്യത്ത് ഞാൻ നിങ്ങൾക്ക് 60 രൂപയ്ക്ക് പെട്രോൾ തരും, ഗ്യാസ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തരും, അതല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ തരും എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് 10 വർഷം അവിടെ ഇരിക്കുമ്പോ പിന്നെ എന്താ ഞങ്ങൾ പറയേണ്ടത്? നിങ്ങൾ രാജ്യത്ത് നന്നായിട്ട് ഭരിക്കുന്നു. ഈ രാജ്യത്ത് എത്ര ജവാന്മാർ ഈ രാജ്യത്ത് അതിർത്തിയിൽ മരണപ്പെട്ടു നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇത് നിങ്ങൾ ഒറ്റ ചോദ്യം ചോദിക്കും. BJPയോട് ഒരു ചോദ്യം. അദാനിക്ക് കൊടുത്തില്ലേ നിങ്ങൾ എയർപോർട്ട്? രാജ്യത്തിന് ഗുണകരമായ ഒരു പദ്ധതി, ഒരു കമ്പനി നിങ്ങൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ആയതിനു ശേഷം ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാൻ, സ്ഥാപിക്കാൻ, അത് ലാഭത്തിലാണെന്ന് പറയാൻ ഈ BJPക്ക് കഴിയുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന പദ്ധതികളൊക്കെ രാജ്യത്തിൻ്റെ പദ്ധതികളാണെങ്കിൽ
അത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും കിട്ടിയുള്ള പദ്ധതികളാണ്. പിന്നെ കോൺഗ്രസ് 60 വർഷക്കാലം ഭരിച്ചിട്ട് എന്താ അവർ പറയണത്? കമ്പനികൾ കൊണ്ടുവന്നു. എത്ര കമ്പനികൾ? ഏത് കമ്പനികൾ? കമ്പനികളെല്ലാം കൊണ്ടുവന്നതിൽ ഇവർക്ക് എന്താ പങ്ക്? അല്ല, ഈ വിഷയം മാറി പോകണം. ലൈഫിന് മറുപടി വേണം. ലൈഫ് മിഷനും PMAയും ഒന്നാണോ? കമ്പനി പറയാണ്ട് എയിംസ് കൊടുത്തത് കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു തരാം. അതൊക്കെ കൊടുത്തത് ഒരു പങ്കുമില്ല. 10 വർഷക്കാലമായിട്ട് എയിംസ് കൊടുത്തത്, അതുപോലെ IIT കൊടുത്തത്, അതുപോലെ തന്നെ ആണവായുധം ഇവിടെ ഇന്ത്യയെ അതിൽ മുൻപന്തിയിൽ കോൺഗ്രസ് ആണ്. മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് NDA സർക്കാർ എന്നുള്ളതാണ് പറയുന്നത്. ആക്ഷേപത്തിൽ ഉയരുന്നത് അതുമാണ്. ചോദിക്കട്ടെ? ചോദ്യം ഇവിടെ UDFന്റെ പ്രതിനിധിയോടാണ്. UDFന്റെ പ്രതിനിധി ഇവിടെ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ BJP എന്താണ് ചെയ്തത്, രാജ്യത്ത് എന്താണ് കൊണ്ടുവന്നത് ഇങ്ങനെ ചോദിച്ചതിനായി. ഇവിടെ UDFന്റെ പ്രതിനിധി ഉണ്ടാക്കിയ ഒച്ചയുടെ ഒരു പകുതി അംശം പോലും പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ പാർലമെന്റിൽ ഉയർത്തിയിട്ടില്ല. രാജ്യത്തിനകത്ത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, പൗരത്വ വിരുദ്ധ നിയമമടക്കം, മുത്തലാഖ് നിയമങ്ങളടക്കം, മറ്റു ബാബരി മസ്ജിദ് തകർത്തിടത്ത്, രാമക്ഷേത്ര പണിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ രാജ്യത്തിനകത്ത് നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തിന് ജനാധിപത്യത്തെയും രാജ്യത്തിന്റെ പുരോഗതിയെയും മൊത്തത്തിൽ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളിലായി വന്ന സമയത്ത് പാലക്കാടിന്റെ MP ആയിരുന്ന MP രാജേഷ് MPയുടെ നിരവധിയായ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ VK ശ്രീകണ്ഠൻ പാർലമെന്റിൽ എന്താണ് ഇതിനെതിരെ ചെയ്തിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. പറഞ്ഞൂടെ? ഇവിടെ VS വിജയരാഘവൻ UDFന്റെ പാലക്കാട് പാർലമെന്റ് അംഗം, ആ സമയത്ത് നമ്മൾ ഒറ്റപ്പാലം പാർലമെന്റ് മണ്ഡലം. S അജയകുമാർ 3 തവണ, അതിൽ 1 തവണ 2 വർഷം 2.5 വർഷം കിട്ടി. അത് കഴിഞ്ഞ് MP രാജേഷ് 10 വർഷം. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ പറയപ്പെട്ട 23 വർഷം എന്താണോ ചെയ്തത് എങ്കിൽ അതിൻ്റെ 10 മടക്ക് ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് MP രാജേഷ് പാലക്കാട് പാർലമെന്റ് മന്ദിരത്തിൽ ചെയ്തു എന്നാണ്. രണ്ടാമത് ചോദ്യം, മുത്തലാഖിന്റെ വിഷയം ചോദിക്കുന്നത് ആരാ? ഈ മുത്തലാഖിന്റെ വിഷയത്തിൽ ആരാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് ആദ്യമായി രാഷ്ട്രപതി ആയിരുന്ന ഈ പറയപ്പെട്ട രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തത്. എന്താണ് മുത്തലാഖ് വിഷയം? എന്താണ് EMS പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾ പാർലമെന്റിൽ ആദ്യമായി സസ്പെൻഡ് ചെയ്തതിൽ ഈ പറയപ്പെട്ട ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തപ്പോ അതിലൊന്ന് VK ശ്രീകണ്ഠനായിരുന്നു. ഞങ്ങൾക്ക് ഈ നാട്ടിലെ വോട്ടർമാർക്ക് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തവണയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ. പിന്നെ ഇവിടെ ഇപ്പൊ ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റൂല, ചോദ്യത്തിനാണ് ഞാൻ പറഞ്ഞത്. ലോകസഭയിൽ സസ്പെൻഡ് ചെയ്തത് പാർലമെന്റ് ഞങ്ങൾ ചോദിക്കട്ടെ, വെറുതെ പിടിച്ചിട്ടെ ഒരാളെ ഒരു MP-നെ പിടിച്ചിട്ട് പുറത്തു പോകുന്നു പറയില്ല. ഞങ്ങൾ സമരം ചെയ്തത് കൊണ്ട് പ്രതിഷേധം ചോദിക്കുന്നത് അല്ല. VK ശ്രീകണ്ഠന് സസ്പെൻഡിങ്ങിന്റെ അഭിമാനത്തോടെ പറയുന്നുണ്ട്. ഉനൈസ് മാറിയാണെങ്കിൽ അറിയില്ലെങ്കിൽ ഇന്ത്യയിലെ 144 പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. VK ശ്രീകണ്ഠനെ മാത്രമല്ല ആ സസ്പെൻഡിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയില്ല. പാർലമെന്റിൽ എന്ത് ആരാ കണ്ടത്? എന്ത് ചോദ്യമാണ്? പോരാട്ടം നടത്തിയതിന്റെ പേരിൽ എന്ത് പോരാട്ടം? പാർലമെന്റിൽ എന്ത് ചോദ്യം ചോദിച്ചു? പാർലമെന്റിൽ എന്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ ഇവിടെ 7 കോടി രൂപ കൊടുന്നു. 70 ലക്ഷത്തിന്റെ ഒരു പദ്ധതി, അതല്ലെങ്കിൽ ഒരു 2 കോടി പദ്ധതി ഈ 10 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയെന്ന് പറയും. അങ്ങനെ അതിന് ഞങ്ങൾക്ക് VK ശ്രീകണ്ഠൻ MP-യെ പാർലമെന്റ് സസ്പെൻഡ് ചെയ്തല്ല ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് VK ശ്രീകണ്ഠൻ ലോക്സഭയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്ത് പോരാട്ടം നടത്തിയെങ്കിൽ അതന്നെ ചെയ്തത്. മാറ്റി മറിക്കാനൊന്നും കണ്ട
അത് എന്തെങ്കിലും പറഞ്ഞ് അതിന്റെ MP യെ പുകമറയിൽ നിർത്താനൊന്നും ശ്രമിക്കണ്ട. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. 5 വർഷക്കാലം ഇവിടെ നടത്തിയത് നിങ്ങളുടെ ഈ പറയപ്പെട്ട 23 വർഷം ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ജാള്യത മറക്കാൻ മാരായമംഗലം തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പിൽ അടുത്ത പ്രാവശ്യം ജയിക്കുന്നത്. പറയാത്തൊന്നും പറയണ്ട, ഞങ്ങൾ വിജയിക്കുമെന്നാണ് പറയാത്തത് പറയരുത്. വോട്ടഭ്യർത്ഥന നടത്തിയില്ല. UDF അഭിമാനത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നാണ് പറഞ്ഞത്. വോട്ടഭ്യർത്ഥന നടത്താൻ അതിന്റെ സമയം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന അത് ശരിയാണ്. രാവിലെ വരുന്നവരെ വൈകുന്നേരം ദേശീയ സെക്രട്ടറി ഈ ചോദ്യം പൂർത്തിയാക്കണം. രാജ്യത്ത് BJPയുടെ ജനപ്രതിനിധികളിൽ ബഹുഭൂരിപക്ഷം വരുന്നവരും ഇന്നലത്തെ കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിനെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്? രാജ്യത്തിനകത്തെ പല മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, PCC സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, മുൻ MLA ഒക്കെ ഇന്ന് BJPയുടെ ആലയത്തിലാണ്. കേരളത്തിന്റെ ചോദ്യം തന്നെ, കേരളത്തിന്റെ പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ ഗോൾവാക്കർക്ക് തിരികൊളുത്തുന്ന പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ എനിക്ക് പോകണമെന്ന് തോന്നിയാൽ BJPയിലേക്ക് പോകാൻ ഒരു മടിയുമില്ലെന്ന് പറയുന്ന KPCCയുടെ പ്രസിഡന്റുമുള്ള ഈ കേരളത്തിലെ കോൺഗ്രസിന്, ഈ കേരളത്തിനകത്തെ ജനങ്ങൾ എങ്ങനെ മതനിരപേക്ഷ കക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പുവരുത്തുന്നുള്ള ചോദ്യം. ഈ ചോദ്യം അല്ല, ചോദ്യം എന്നോടായിരുന്നു. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം പറഞ്ഞു. വേറൊരു കാര്യം, പിന്നെ ചോദ്യം ചോദിക്കണ അത്ര സമയം നമുക്കും തരണം. കാരണം ചോദ്യമല്ല, അവിടെ നിന്ന് പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉത്തരം പറയാണ്. ഈ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ EMS കോൺഗ്രസ് ആയിരുന്നു. EMS മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് വലിയ ഒരു പാർട്ടി ആവുമ്പോ ഈ പറയപ്പെട്ട ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലുണ്ടാവും. ആരോടും പോണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ കേരളത്തിൽ ഒതുങ്ങിയത് കൊണ്ട് ഇവിടെ ഞങ്ങൾ പോയതോ വന്നതോ അല്ല പ്രശ്നം. ആ പാർട്ടിയുടെ നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസ് വരണം എന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ പറയപ്പെട്ട കോൺഗ്രസിനെതിരെ ഈ പറയപ്പെട്ട നെല്ലായ പഞ്ചായത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ സ്റ്റാലിൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് ഈ രാഹുൽ ഗാന്ധി, ഇന്ന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് വോട്ട് ചോദിച്ച പാർട്ടിയാണ് CPM. നിങ്ങൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് കൂട്ടരും ഒന്നാണ്. ഇവര് പറയുന്നത് രണ്ട് കൂട്ടരും ഒരൊറ്റ കാര്യമാണ്, ജനങ്ങളെ പൊട്ടന്മാരാക്കണ പരിപാടി. ജനാധിപത്യ പാർട്ടിയിൽ എന്നല്ല, കോൺഗ്രസ് പാർട്ടിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആര് പോയി ആര് വന്നു എന്നതല്ല ഞാൻ അതാ പറഞ്ഞത്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ EMS കോൺഗ്രസ് ആയിരുന്നു. എന്താ കോൺഗ്രസ് തകർന്നോ? ആരെങ്കിലും കണ്ടിട്ട് കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നില്ല? ഇവിടെ എന്താ പ്രശ്നം? ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ല വരുന്നത്. പ്രസംഗിച്ച് ശബ്ദം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി പോവുകയെന്ന് ആ സുഹൃത്ത് ചോദിച്ചത് കൃത്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അല്ല, അതെന്താ അറിയോ? ആ ചോദ്യം പിന്നെ ഒന്നും കൂടി ആവർത്തിച്ച് മാഷ് പറയുകയാണെങ്കിൽ ചില ചോദ്യങ്ങൾ എനിക്ക് പറയണ്ടാവും. അല്ല, എനിക്ക് പറയണ്ടാവും. കാരണം ചില പറയണ്ട് അവിടുന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ക്ലാരിറ്റി ഞാൻ കൊടുക്കേണ്ടി വരാറുണ്ടാവരുത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചോദിച്ചാൽ നീ പറയുമ്പോ മിണ്ടാതെ കേട്ടുന്നില്ലേ? മാഷ് അത് ശരിയല്ലല്ലോ. അങ്ങനെ എംപിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് അവകാശമുണ്ട്. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ആരും നിയന്ത്രിക്കണ്ട, ഞാൻ നിയന്ത്രിച്ചോളാം. ആരും നിയന്ത്രിക്കരുത്. മാഷ് ഉത്തരം പറയും. ഒന്ന്, കഴിഞ്ഞ 5 വർഷക്കാലം എംപിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ സുഹൃത്ത് ഉനൈസ് സൂചിപ്പിച്ച്. സ്പെസിഫൈ ചെയ്തില്ല. ഇന്നലെ വൈകുന്നേരത്തെ ഇവിടെ സമരം നടന്നു, DYFIയുടെ ആഭിമുഖ്യത്തിൽ. ഇവിടെ ഇതേ വേദിയിൽ വെച്ച് നടന്നത് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി. ഒരുപാട് കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ്. ഒരുപക്ഷെ ഉനൈസ് പറഞ്ഞ പോലെ നിരവധി MPമാരും ഇടതുപക്ഷത്തിനും പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയതാണ് പ്രശ്നം. കോച്ച് ഫാക്ടറിയിൽ മാത്രം നിൽക്കുന്നില്ല. ബെമലുമായി ബന്ധപ്പെട്ട സമരം പാലക്കാട് നടന്നുകൊണ്ടിരിക്കുക. എന്ത് നടപടി സ്വീകരിച്ച MP?
MP രാജേഷ് MP ആയിരിക്കുന്ന കാലത്താണ് ഇൻസ്ട്രുമെന്റേഷൻ പൊതുമേഖലയ്ക്ക് വിൽക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് രമേശ് മാഷ് ഒഴിഞ്ഞു മാറിപ്പോയി. പൊതുമേഖലാ സ്ഥാപനം വിറ്റഴിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രമേശ് മാഷ് ഒഴിഞ്ഞു മാറിപ്പോയത്. ഇൻസ്ട്രുമെന്റേഷൻ പൊതുമേഖല അടിസ്ഥാനം നിൽക്കുന്ന സ്ഥാപനത്തെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പാർലമെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രാദേശിക വ്യവസായം പറയാം അത്തരത്തിൽ നിലപാട് സ്വീകരിച്ച MP ആണ് MP രാജേഷ്. ഇപ്പൊ എന്താ സ്ഥിതി ബഹുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇനി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഈ പാലക്കാട് മണ്ഡലത്തിൽ നെല്ലായ പഞ്ചായത്ത്, ഞാൻ ബാക്കിയെല്ലാം പെടുന്നു, നെല്ലായ പഞ്ചായത്തിൽ 1 ഇഞ്ച് സ്ഥലം ഇപ്പൊ കുളപ്പുറ ഫണ്ടുണ്ട്, കാശ് അടുത്ത പ്രാവശ്യം കൊടുക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം ജയിച്ചവരാണ് മൂപ്പരങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത MP കൊടുക്കുക. ഉപ്പടെ 1 ഇഞ്ച് സ്ഥലം ടാറ് ചെയ്യുകയോ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കുകയോ ചെയ്താൽ ഒരു ബോർഡ് നെല്ലായ പഞ്ചായത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ? അതുപോലെ പറയാം. മറിച്ച് MP രാജേഷ് എന്ത് ചോദിച്ചത്? MP രാജേഷ് കണക്കാൻ പറയാം, ഒപ്പം പറയല്ലോ. മാരായമംഗലം സ്കൂളുണ്ട്, ഉന്നീസ് സ്ഥിരം കാണുന്ന സ്കൂളാണത്. അവിടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ട്. പക്ഷേ VK ശ്രീകണ്ഠൻ MP ഇപ്പോ നെല്ലായ പഞ്ചായത്തിൽ വലിയ ഒരു റോഡിന് വേണ്ടി വലിയൊരു ഉണ്ട്. അതെപ്പോ ഫണ്ട് സാധാരണ ഇതാ പ്രശ്നം. UDF ആണെങ്കിലും ഇവരാണെങ്കിലും ചെയ്യുന്ന കാര്യം ഇടതുപക്ഷത്തിനകത്ത് EMS കാര്യം കോട്ട് ചെയ്തു. 57 EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമായിരുന്നു കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കുന്നത്. അധികാരത്തിലേറ്റതിന് ആദ്യത്തെ ആഴ്ച നടപ്പിലാക്കിയ നിയമമാണ് കുടിയൊഴിപ്പിക്കൽ. ഒരു ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം അവസാനം നടപ്പാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ദുബായ് റോഡ് പണി നടക്കും. ഞാൻ സൂചിപ്പിക്കുന്ന കഴിഞ്ഞ 5 കൊല്ലക്കാലം ഉറങ്ങി ഇരുന്ന് ഇപ്പൊ അവസാനം റോഡ് പണി കൊടുത്തിട്ടുണ്ട്. MP രാജേഷ് മന്ത്രിയായിരിക്കുന്ന MP ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നെല്ലായ പഞ്ചായത്തിൽ ചുരുങ്ങിയത് 2 കോടിയുടെ റോഡുകളാണെങ്കിലും കുടിവെള്ള പദ്ധതികളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും വാഹനങ്ങൾ നടപ്പിലാക്കിയിട്ട് ആ രൂപത്തിൽ എടുത്തു കാണിക്കാൻ. ഇനിയിപ്പോൾ റോഡിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവകാശപ്പെടണ്ട. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ MP അവകാശപ്പെടാൻ കഴിയില്ല. സംസ്ഥാന ഗവൺമെന്റ് 40% വീതം ഉപയോഗിച്ച് ഇവിടെയാണ് കുഴപ്പമില്ല റോഡ് നിലയ്ക്കുന്നത്. മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണോ? രമേശ് മാഷ് പറയട്ടെ, രമേശ് മാഷ് പറഞ്ഞ മുഴുവൻ ആണെന്നുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് 60% കേന്ദ്ര ഗവൺമെന്റിന്, ബാക്കി 40% സംശയമൊന്നുമില്ല. സംസ്ഥാന ഇപ്പൊ നീ വേറൊരു വാദം വന്നു. അല്ല വേറൊരു വാദം. ഇതാണ് ഞാൻ പറഞ്ഞത്. 60-40 2 ടീമും. അത് അവരങ്ങനെ അഡ്ജസ്റ്റ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്ന ധനസഹായം, അതിന് ഇവിടുത്തെ പദ്ധതി വിഹിത പ്രകാരമുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. അതനുസരിച്ചാണ് കൊടുക്കുന്നത്. BJP കൊടുത്തില്ല എന്ന് പറയാൻ കഴിയില്ല, കൊടുത്തതാണ്. എന്നാൽ ഇതിനു മുമ്പ് 60 വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റ് പല സ്ഥലത്തും ഇതുപോലെയുള്ള അവരുടെ ക്രയവിക്രയങ്ങൾ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പല സ്ഥലത്തു നിന്നും വേര് പറിച്ചു പോകേണ്ടി വന്നത്. ഒറ്റ വാചകം കൂടി പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ പദ്ധതികളൊക്കെ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ അവിടുത്തെ ഫെഡറൽ സംവിധാന പ്രകാരം ഓരോ സ്റ്റേറ്റുകൾക്കും കൊടുക്കേണ്ട വിഹിതമുണ്ട്. അത് കൃത്യമായി കൊടുത്തിട്ടുമുണ്ട്. നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞല്ലോ, ഒരു 750 കോടിയെ കിട്ടാനുള്ളൂ, ബാക്കിയൊക്കെ കിട്ടിയെന്ന് നിയമസഭയിൽ പറഞ്ഞു. ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഒരു മിനിറ്റ് പോകാമറയല്ല, സത്യങ്ങളാ വിളിച്ചു പറയുന്നത്. ഇവിടുത്തെ ധനമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേരളത്തിന്റെ ധനമന്ത്രി പറഞ്ഞ കാര്യമാണ്. നടക്കില്ല മക്കളെ, കൂക്കി വിളിച്ചോണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ വെറുതെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകാനാണെങ്കിൽ നടക്കും. അല്ലാതെ വേഷം കെട്ടുമായിട്ട് വന്നിട്ട് വേഷം കെട്ടൽ എടുക്കല്ലേ, അത് നടക്കില്ല മക്കളെ, ആരായാലും. മാഷേ
4 രൂപ 31 പൈസ ഉണ്ടായിരുന്ന വെള്ളക്കരം ഇപ്പം നിലവിൽ 14 രൂപ 31 പൈസയാണ്. അതേപോലെ തന്നെ കെട്ടിട നികുതി, പെർമിറ്റ് ഫീസ്, അങ്ങനെ ജനങ്ങളെ ദൈനംദിനം ബാധിക്കുന്ന നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഉത്തരം കിട്ടണമെന്ന് വാശി പിടിക്കരുത്. അതിൽ ഉത്തരം പറയാനുള്ള അവകാശം അവർക്കാണ്. അതിലാരും നിയന്ത്രിക്കേണ്ട. അത് അവരുത്തരം പറയും. അവർക്ക് പറയുന്നത് പോലെ ഉത്തരം പറയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉത്തരം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്. വേഗം പറയും. പക്ഷേ 4 രൂപ 31 പൈസ ഉണ്ടായിരുന്ന വെള്ളക്കരം ഇപ്പം നിങ്ങളുടെ സർക്കാർ 14 രൂപ 31 പൈസയാക്കി. ഒരു ശരാശരി കുടുംബം 30 യൂണിറ്റ് വൈദ്യുതി വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർക്കാരിൻ്റെ പുതിയ നിരക്ക് പ്രകാരം 300 രൂപ അധികം ജനങ്ങൾ അടയ്ക്കേണ്ട സ്ഥിതിയാണ്. ഈ വെള്ളക്കരമല്ല, നമ്മളിപ്പോൾ ഈ സപ്ലൈക്കോ നിങ്ങൾ വില വർദ്ധിപ്പിച്ചു. അതിൽ ആകെ ഉള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് സബ്സിഡി ഐറ്റംസിൽ, ബാക്കി ഒന്നുമില്ല. നിങ്ങളെ ഗവൺമെൻറ് ഏത് ദൈനംദിന ജീവിതത്തിൽ ജനങ്ങൾ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏതിലാണ് വിലക്കയറ്റം വരാത്തൊരു 2 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആദ്യം മൊബൈലിങ്ങനെ തൊട്ടുമുമ്പ് സപ്ലൈക്കോനെ സ്ഥാപനം. കഴിഞ്ഞ ഗവൺമെൻറ്, ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ മുന്നോട്ട് വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. പ്രകടനപത്രത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ പ്രകടനപത്രം നടപ്പിലാക്കാനുള്ളതാണ്. ഞാൻ 5 വർഷം മുമ്പേ BJPയുടെ പ്രകടനപത്രം കയ്യിൽ വെച്ചിട്ടുണ്ട്. രമേശ് മാഷ കയ്യിലെങ്കിലും ചർച്ചയ്ക്ക് ഇന്ത്യയിലുണ്ട്. എൻ്റെ LDF കൊണ്ട് വെച്ച പ്രകടനപത്രമുണ്ട്. ആ പ്രകടനപത്രത്തിൽ മുന്നോട്ട് വെച്ച കാര്യമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുകളിൽ 5 വർഷക്കാലം 13 ഇനങ്ങൾക്ക് വില കൂട്ടിലാണത്. 5 വർഷക്കാലം മാത്രമല്ല 7.5 വർഷക്കാലം ഒരു സിംഗിൾ പൈസ പോലും സിവിൽ സപ്ലൈസ് ഉൾപ്പെടെ സ്ഥാപനങ്ങൾ വില കൂട്ടിയില്ല. ഇപ്പോഴും സിവിൽ സപ്ലൈസിൽ സ്ഥാപനമില്ല എന്നുള്ള വാദം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും ഈ സിവിൽ സപ്ലൈ സ്ഥാപനത്തിൽ നിന്നാണ് എല്ലാ വീടുകളിലേക്കും റേഷൻ കടകളിലേക്ക് ആവശ്യമായുള്ള കിറ്റ് കൊണ്ടുപോയിക്കൊണ്ട് ജനങ്ങളുടെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടത്. ഒന്നും കൊടുത്തില്ല പറയാൻ പറ്റില്ല. അങ്ങനെ 7 വർഷക്കാലം കൊടുത്തതിൻ്റെ ഭാഗമായി ചെറിയ രൂപത്തിലെ വിലക്കയറ്റം ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും 25% മുന്നോട്ട് വെച്ച കാര്യം അതാണ്. 25% സബ്സിഡി നിരക്കിൽ പ്രകടനപത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിവിൽ സപ്ലൈസ് വഴി കൊടുക്കുന്ന നമ്മൾ. ഇപ്പോൾ അത് ഏതാണ്ട് 35% സബ്സിഡി ഇപ്പോഴും ലഭ്യമാകുന്നുണ്ട്. സാധനങ്ങൾ ലഭ്യമാകും. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് അറിയാലോ. രണ്ടാമത്തെ കാര്യം നികുതിയെക്കുറിച്ച് സൂചിപ്പിക്കാണ്ടായി. ടാക്സിൻ്റെ കാര്യം എൻ്റെ കയ്യിൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ ടാക്സാണിത്. വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ വേണമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പറഞ്ഞ ഒരു ഇനങ്ങൾക്ക് വില കൂട്ടിയില്ല. UDFന്റെ കാലഘട്ടത്തിൽ 3 പ്രാവശ്യം സാധനങ്ങൾക്ക് വില കൂട്ടുകയും സാധനങ്ങൾ ലഭ്യമാകാതിരിക്കുകയും മാവേലി സ്റ്റോറിന് പകരം വാമന സ്റ്റോർ ആരംഭിച്ച് പൂട്ടാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ ഇപ്പം എന്താണെങ്കിലും മാവേലി സ്റ്റോറിന്റെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഒരു വർധനവുണ്ടായിട്ടുണ്ട്, ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായ രൂപത്തിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുമില്ല. പിന്നെ ഇതിൽ നമ്മൾ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പൊ എൻ്റെ 2 ഭാഗത്തും 2 മാഷന്മാരാണ്. ഒരു 2 പാർട്ടികളാണ് അവർ. അല്ല, 2 പാർട്ടികളാണോ സംശയം വരികയാണ്. കാരണം എന്താ അറിയോ? അല്ല മാഷെ 60 കേന്ദ്രം 60 ആണെന്ന് ഈ മാഷ് പറഞ്ഞു, 40 നിങ്ങളതാണെന്ന് ഈ മാഷ്. UDF വസ്തുത അംഗീകരിക്കാത്തവരാണ്. ഞാൻ സംസാരിച്ചും കൊണ്ടേയിരിക്കും ഞാൻ. അപ്പൊ നിർത്തില്ല. പിന്നെ രണ്ടാമത് ഇവിടെ ടാക്സിന്റെ കാര്യം വളരെ തന്ത്രപരമായിട്ട് ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി, ഞാൻ മാഷ് എന്ന് പറയുന്നില്ല, മറിക്കാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 100 ചതുരശ്ര മീറ്റർ ഒരു വീട് വെക്കുന്ന സമയത്ത് 1615 സ്ക്വയർ ഫീറ്റാണ് ആ വീട്. ആ ഒരു വീട് വെക്കുക, ഞാൻ ഒരു ഉദാഹരണമാണ് പറയുന്നത്. മുമ്പുണ്ടായിരുന്നത് അപേക്ഷാ ഫോറത്തിന് നമ്മൾ 30 രൂപ കൊടുക്കണം, പെർമിറ്റ് ഫീസായിട്ട് 525 രൂപയും കൊടുക്കണം. അപ്പം 555 രൂപയ്ക്ക് ഒരു വീട് വെക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജേഷ് മിനിസ്റ്റർ വന്നതിനു ശേഷം നമ്മൾ കാണുന്നത് പെർമിറ്റ് ഫീസ് ഫോമിന് നമ്മൾ മേടിക്കുന്നത് 1000 രൂപയാണ്. 30 രൂപ ഉള്ളത് 970 രൂപ അധികം. പ്ലസ് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് 50 രൂപ വെച്ച് 150 വരെ, സ്ക്വയർ മീറ്ററിന് 150 വരെ 50 രൂപ, 151 ആയി കഴിഞ്ഞാൽ ഈ 151നും പ്ലസ് 100 വെച്ച് കൊടുക്കണം.
എന്നിട്ട് പറയാണ് ഞങ്ങൾ സുന്ദരമായി മരിക്കുകയാണ്. പിന്നെ ഇപ്പൊ പറയണം മാവേലി സ്റ്റോറ് ബംഗാളിലല്ല, ആ കാണുന്ന ബോർഡാണ്. ഒന്ന് ചെന്ന് അവിടെ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വില ഇങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ എഴുതിയിട വെളിച്ചെണ്ണ 86 അതിൽ 35. അതല്ല ചെയ്യേണ്ടത്. ഈ പറയപ്പെട്ട സാധനം ഞാൻ പറയുന്നത് 100% വർധനവ്. ആ സാധനം സപ്ലൈകോലൊന്ന് കയറ്റിയിട്ട് ഇവിടെ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാൻ ഇവിടെ എന്താണ് സർക്കാർ ഇല്ലാത്തത്? പിന്നെ ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറയട്ടെ, ഇത് കവലപ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കാൻ അല്ലല്ല, ശ്രീകണ്ഠന്റെ ഫണ്ട് പറഞ്ഞപ്പോ പറഞ്ഞു 7 കോടി പറഞ്ഞപ്പോ പറഞ്ഞു അത് വേറൊരു ഗവൺമെന്റ് കൊടുക്കണമെന്ന്. അടുത്ത ഗവൺമെന്റ് ആലോചിച്ച് പറയാന്ന് പറഞ്ഞു, പൈസ ഇപ്പൊ കൊടുക്കൂലെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2023, 22, 23 പഞ്ചായത്ത് നെല്ലായ പഞ്ചായത്ത് അന്നും ഭരിക്കുന്നവരാണ്. നമ്മൾ നോക്കേണ്ടത് എന്താ അറിയോ? 1,35,73,808 രൂപ ഇവരെ സൈറ്റ് പറയുന്നതാ സ്പിൽ ഓവർ ആണ്. ഇവർ പറയണ മുൻപ് കൊടുക്കുന്നു. ഇങ്ങനെ പറയുന്ന വെള്ളത്തിൽ വരക്കണ പദ്ധതികള് മറ്റൊക്കെ നടന്ന് ഞാൻ പദ്ധതി വേണമെങ്കിൽ പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്യാണ്. ഇത് കാണുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ വീട് വെക്കാൻ പോകുമ്പോൾ 8,000-7,000 കൊടുക്കുന്നതിന് ഇവർക്ക് നവകേരള യാത്രക്ക് കൊടുക്കാണ്ട്, ഇവർക്ക് കുഞ്ചൻ നമ്പ്യാരെ അവിടെ വാർഷികം നടക്കാൻ 5,000 കൊടുക്കാണ്ട്, ഇവർക്ക് 1 മണിക്കൂർ പരിപാടിയുള്ളൂ. 1 മണിക്കൂർ പരിപാടിയുള്ളത് കവലപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദ്യം ചോദിക്കാൻ പാവപ്പെട്ട ജനങ്ങൾ ഫണ്ടല്ലേ ഇതെടുത്തിട്ട് കൊടുക്കുമ്പോ പറയാണ് ഞങ്ങൾ വന്നതിന് ശേഷം അതൊന്നും പറഞ്ഞ് നടക്കില്ല. ഞാൻ അതാണ് പറഞ്ഞു, ഇവിടെ സപ്ലൈകോ ഉണ്ട്, ഇവിടെ പഞ്ചായത്തുണ്ട്, ഇവിടെ KSEB ഉണ്ട്, എല്ലാം ഉള്ള ഒരു സെന്ററാണ് ഈ പേങ്ങാട്ടിരി സെന്റർ. അല്ലേ കവലപ്രസംഗം നടത്താൻ ചോദ്യം ചോദിക്കാൻ 18 മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് പാവപ്പെട്ട ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതെന്നാണ് ഇവിടെ UDF പറഞ്ഞത്. ചോദ്യം ചോദിക്കാം. എന്റെ ചോദ്യം BJPയുടെ പ്രതിനിധിയോടാണ്. ദേശീയപാത വികസനത്തിന്റെ സ്ഥലമേറ്റെടുപ്പും അതുപോലെ ഗെയിൽ ലൈൻ പൈപ്പ് പദ്ധതിയും പൂർത്തീകരിച്ചാൽ പിണറായിയെ കേരള രാഷ്ട്രീയത്തിന്റെ നേതൃത്വമായി അംഗീകരിക്കുമെന്ന് പോസ്റ്റിട്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഈ 2 പദ്ധതിയും പൂർത്തീകരിച്ച സ്ഥിതിക്ക് കേരള രാഷ്ട്രീയത്തിന്റെ നേതൃത്വമായി പിണറായി അംഗീകരിക്കാൻ BJP തയ്യാറാണോ എന്നാണ് എന്റെ ചോദ്യം. LDF ഗവൺമെന്റിന് മാത്രം ഒരു പദ്ധതിയല്ല. കേന്ദ്ര പറയട്ടെ, നിങ്ങളെ കൂക്കി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് ക്ഷമിക്കോ, ക്ഷമയോടെ ഇരിക്കോ. ഗെയിൽ പദ്ധതി നടപ്പിലാക്കാൻ എന്താ തടസ്സമുണ്ടായിരുന്നത്? അത് കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം അതിൻ്റെ എല്ലാ നിയമ നടപടികളും സ്വീകരിച്ച് ആ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് അതിന് സപ്പോർട്ട് ചെയ്തു. എന്താ UDF ഗവൺമെന്റ് ഇരിക്കുമ്പോൾ നടപ്പിലാക്കാൻ നടപ്പിലായില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട്, സാങ്കേതികമായി നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നടന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഗെയിൻ പദ്ധതിക്ക് നിങ്ങള് ഒച്ച വെച്ചിട്ട് ബഹളം വെച്ചിട്ട് ഒന്നും കാര്യമില്ല. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറുപടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി ഞാൻ പറയില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ച ആ മറുപടി എനിക്കറിയാം. മനസ്സിലായോ? ആ മറുപടി പറയാനില്ല, ഞാനിവിടെ നിൽക്കും. എന്തായാലും പദ്ധതിയാണെങ്കിലും ദേശീയ ഗ്രാമവികസനമാണെങ്കിലും റോഡുകളുടെ വികസനം എന്ന് പറയുന്നതിൽ നിതിൻ ഗഡ്കരി വന്നതിന് ശേഷം ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന സമഗ്രമായ വികസനം എന്ന് പറയുന്നത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമാണ്. അതിൽ പദ്ധതികൾക്ക് സ്ഥലമെടുക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട്, അതിനുവേണ്ടിയുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് തന്നെയാണ്. നടക്കുന്നില്ല. എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുന്ന പോലെ ഇവിടെയും നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നില്ല. ഇതിന് പിണറായി വിജയൻ ആവശ്യം വരുന്നില്ല. രമേശ് മാഷ് എൻ്റെ സ്പെസിഫിക് ആയിട്ട് ചോദ്യം, നേരത്തെ ലൈഫും PMAയും ഒന്നാണ് വളരെ ഭംഗിയായി വളരെ സൂത്രപരമായി മാറിപ്പോയി. എൻ്റെ ചോദ്യം ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? കൃത്യമായി പറഞ്ഞ മറുപടി. PMAY ലൈഫ് ഒന്നാണോ ചോദിച്ച പോലെ എൻ്റെ ചോദ്യം കൃത്യമാണ്. നിതിൻ ഗഡ്കരി വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗെയിൽ എന്ന് പറഞ്ഞത്. അതിന് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി നടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത്, എന്ത് റോളാണ് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത് എന്ന ചോദ്യം കൃത്യമായി ചോദിക്കുകയാണ്. പറയൂ മാഷ് പറയൂ. ഇതിൽ തുകയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. പറയൂ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യം അതിന് മറുപടി പറയുക.
നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. മനസ്സിലായോ? അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിജെപിയുടെ കാര്യങ്ങൾ പറയും. അതിന് നിങ്ങളുടെ അനുമതി എനിക്ക് ആവശ്യമില്ല. മനസ്സിലായോ? അതിന് എനിക്ക് നിങ്ങളുടെ അനുമതി ആവശ്യമില്ല. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനത് പറയും. ഈ പദ്ധതികളുടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ റോൾ എന്താണെന്ന് മാത്രമാണ് ചോദ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ആവശ്യമായ ധനസഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ തുകയുടെ കണക്കിന്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അദ്ദേഹത്തിന്റെ കയ്യിൽ തുകയുടെ കണക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ വാശി പിടിക്കണ്ട. ഇരിക്കോ? ഒറ്റ കാര്യത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗെയിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെതിരായി സമരം നടത്താൻ വേണ്ടി മുമ്പിൽ നിന്ന നേതാവാണ് കെ സുരേന്ദ്രൻ. എന്നിട്ട് ഇപ്പോ അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് മാത്രമേ മിനിമം പറയൂ. ഇത് LDF ഗവൺമെന്റ്, ഈ CPM എന്ന് പറയുന്ന മുന്നണി ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികൾക്കും പല കാലത്തും സമരം നടത്തുകയും പിന്നീട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അതിന്റെ വിഡ്രോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുന്ന സംവിധാനം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബുമാഷോടാണ് ചോദിക്കുന്നത്. സാധാരണക്കാരൻ്റെ പാർട്ടി, പാവപ്പെട്ടവൻ്റെ പാർട്ടി, കർഷകരുടെ നെല്ലെടുക്കാതെ പാലക്കാട് ജില്ലയിലും വിവിധ ഭാഗങ്ങളും വളരെയധികം വിഷമിക്കുന്നു. 2, പിന്നെ സഹകരണ മേഖലയിൽ വൻ തട്ടിപ്പ്. കരുവന്നൂർ ബാങ്ക്, കണ്ടല സർവീസ് സഹകരണ ബാങ്ക്, CPM-ന്റെ കുന്നംകുളം MLA AC മൊയ്തീൻ പ്രതി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി AN വർഗീസ് പ്രതി, പിന്നെ മുനിസിപ്പൽ കൗൺസിലർ പ്രതി. അതുപോലെ തന്നെ പിന്നെ മാവേലി സ്റ്റോറുകളിൽ മല്ലിയും വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ല. കാരണം ഞാൻ സാധാരണ മാവേലി സ്റ്റോറിൽ പോയി വാങ്ങിക്കുന്ന ആൾ തന്നെയാണ്. അതുപോലെ തന്നെ കറണ്ട് ബില്ല്, വെള്ളക്കരം, കൂട്ടാത്ത ചാർജുകൾ എന്താണുള്ളത്? നിയമ നടപടിക്ക് മുദ്രപത്രം കാർഷിക മേഖലയുമായി നമ്മുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ആയിരക്കണക്കിന് കർഷകർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നാടും വീടും ഉപേക്ഷിച്ച് കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ കഴിഞ്ഞ നെൽകർഷകരുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഏത് രാജ്യത്താണ് 28 രൂപ 20 പൈസ? കേരളം ഒഴികെ ഏത് രാജ്യത്താണ് നെല്ല് സംഭരിക്കാൻ പൈസ കൊടുക്കുന്നത്? ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും 20 രൂപ 21 രൂപ കൊടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ 8 രൂപയോളം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട വിഹിതം ഇതുവരെ കൊടുത്തു തീർത്തുണ്ടോ? യൂണിയൻ ഗവൺമെന്റ് കൊടുക്കേണ്ട വിഹിതം പലപ്പോഴും കുടിശ്ശികയായി നിൽക്കുകയും സംസ്ഥാന ഗവൺമെന്റ് അഡ്വാൻസ് ആയി കൊടുത്തുകൊണ്ടാണ് കർഷകരെ കേരളത്തിൽ ആത്മഹത്യ രക്ഷിക്കുന്നത്. കണക്ക് വെച്ച് പറയാം. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോഴും കിട്ടാനുള്ള നെല്ലേറ്റെടുത്തതിന് പണം ഇപ്പോഴും കിട്ടാൻ ബാക്കിയാണ്. രണ്ടാമത്തെ കാര്യം സിവിൽ സപ്ലൈസിനെ പറഞ്ഞു. സഞ്ചിയിൽ മോഡിനെ പേരടിക്കാൻ വേണ്ടി പറഞ്ഞു. സഞ്ചിയിലേ സിവിൽ സപ്ലൈസ് വഴി കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക് സിവിൽ സപ്ലൈസ് വഴി അരിയും പലവ്യഞ്ജനങ്ങളും എത്തിച്ചപ്പോൾ ഒരു സിംഗിൾ പൈസ പോലും കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റ് ഒരു സിംഗിൾ പൈസ പോലും കൊടുത്തില്ല. മാത്രമല്ല പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ നൽകിയ അരിക്ക് പിന്നീട് വില പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്ത കേന്ദ്ര ഗവൺമെന്റ് ആളുകൾ, യൂണിയൻ ഗവൺമെന്റ് ആളുകൾ മറ്റൊന്നുണ്ട്. സഹകരണ മേഖല ഞാൻ സൂചിപ്പിക്കുന്നത് ചെർപ്പശ്ശേരി BJPയുടെ നേതാവുണ്ടെന്ന് പേര് ഞാൻ മറന്നുപോയി. അങ്ങോട്ടൊന്നും പോണ്ട. എന്താ പേര്? സുരേഷ് ഉണ്ടായിരുന്നു. ചെർപ്പശ്ശേരിയാണ്. BJPയുടെ വലിയ നേതാവായിരുന്നു, RS നേതാവായിരുന്നു. സഹകരണ പോട്ടെ. ഒരു വ്യക്തി തുടങ്ങിയ ബാങ്ക് BJP-കാരനാണെങ്കിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ സർവീസ് ബാങ്ക് എല്ലാവരുടെയും ബാങ്കാണ്. ഒരു വ്യക്തിയുടെ ബാങ്ക് ഒരിക്കലും ഒരു പാർട്ടിയുടെ ബാങ്കാവില്ല. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്. BJP-യുടെ ബാങ്കില്ല, ഒരു സൊസൈറ്റി ഇല്ല. അപ്പുറത്തുള്ള ബാങ്ക് ഭരിക്കുന്നത് എല്ലാവരുടെയും ബാങ്കാണ്. അവിടെ ഭരണത്തിൽ LDF ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ BJP-യുടെ ആളുകൾ തുടങ്ങിയ ബാങ്കിൽ നിന്ന് മുങ്ങിപ്പോയി. BJP-യുടെ ആളുകൾ ബാങ്ക് തുടങ്ങിയിട്ടില്ല. എവിടെയും തുടങ്ങിയിട്ടില്ല. അല്ല, കേരളത്തിലെ സഹകരണ മേഖലയെ പൊളിക്കുന്നത് BJP-കാരനും കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും പ്രൈവറ്റ് ആയിട്ട് ബാങ്ക് തുടങ്ങുന്നുണ്ട്. അത് പാർട്ടിയുടെ ബാങ്കാണോ? അല്ല. ഒരു സംവിധാനം രമേശൻ മാഷ് ഞാൻ പറഞ്ഞോട്ടെ. BJP ബാങ്ക് തുടങ്ങില്ലേ പറഞ്ഞു. കേരളത്തിലെ സഹകരണ ബാങ്കുകളെ പൊളിക്കുന്നതിന് വേണ്ടി BJP കൊണ്ടുവന്ന ബാങ്കുകൾ കേരളത്തിലില്ലേ? ഇല്ലെങ്കിൽ പറയൂ, ഞാൻ എണ്ണി പറഞ്ഞുതരാം.
നിങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറയുകയാണെങ്കിൽ ചോദ്യം കൃത്യമാണ്. BJP-യുടെ ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റികൾ ധാരാളം വന്നിട്ടുണ്ട്. ഉണ്ട്. അത്തരം ക്രെഡിറ്റ് അത് സൊസൈറ്റി നിങ്ങളെ തകർക്കാനാണെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അതെവിടുന്ന്? നീ മിണ്ടാതിരിക്ക്. ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ BJP തുടങ്ങിയ പോലെ തന്നെ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന രൂപത്തിൽ BJP-യുടെ സുരേഷിക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റപ്പെട്ട ഒരു പക്ഷേ വിശദീകരണത്തിനുള്ള ഒരു സമയം കൊടുക്കണം. അത് കഴിഞ്ഞ് അവർക്ക് എല്ലാവർക്കും സമയം കൊടുക്കാൻ അത് ശരിയല്ലോ. നിങ്ങളെ ജാതി വേഷം കെട്ടൊന്നും വേണ്ട. സഹകരണ ബാങ്കുകളിൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം നിലനിർത്തുന്ന കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതുപോലെ എന്താവശ്യത്തിനും സഹകരണ ബാങ്കുകളെ ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും ഒരു പരിധിവരെ UDF-നെയും നട്ടല്ലെന്ന് പറയുന്ന സഹകരണ ബാങ്കുകളാണ്. അതിനകത്ത് ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്താനും മുറിച്ചു കടക്കാനും ഇല്ലായ്മ ചെയ്യാനുള്ള ആർജവം ഇടതുപക്ഷത്തിനുണ്ട്. ഒരാശങ്കയില്ല. വളരെ പെട്ടെന്ന് തന്നെ പറയണം. കാരണം ഇവിടെ നെല്ലായ ഭരണസമിതി ഇവിടെ മിനിറ്റ്സ് ക്ലോസ് ചെയ്യാതെ സൗകര്യത്തിനനുസരിച്ച് 6ഉം 7ഉം അതല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ ഈ പറയപ്പെട്ട കെട്ടിട നികുതിയുടെ വർധനവ്, അതുപോലെ തന്നെ കേരളത്തിൽ മാവേലി സ്റ്റോറുകളുടെ പ്രശ്നം, അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ 2 രൂപ ഇന്ധനങ്ങൾക്ക് സൊസൈറ്റി നൽകിയ ഒരു സർക്കാർ. ഇങ്ങനെ ഈ സർക്കാരുകളെ എതിർക്കുക 2 സർക്കാരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. കേന്ദ്രത്തിൻ്റെ കഥ പറയേ വേണ്ട. അപ്പം ഇങ്ങനെ പ്രാദേശികപരമായി അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഞെരുക്കത്തിൽ ഈ കേരള സമൂഹം വല്ലാതെ പ്രയാസപ്പെടുന്ന നേരത്ത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്കെതിരെ ജനം പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇതിനെ നേരിടുന്നത്. അവസാനിപ്പിക്കാം. ഇവിടെ BJP-യുടെ കാര്യങ്ങൾ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് പറയും. ഈ തെരഞ്ഞെടുപ്പിൽ BJP കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പദ്ധതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് കുറ്റം പറയുന്നത് അറിഞ്ഞാം. പക്ഷേ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾക്ക് കിട്ടിയ സഹായങ്ങൾ, പദ്ധതികൾ, അവയുടെ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ BJP-യോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യം എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് BJP കഴിഞ്ഞ 10 വർഷമായിട്ട് നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പദ്ധതികളെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അതേ സമയത്ത് LDF ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള നികുതികളും, പഞ്ചായത്ത് നികുതിയാണെങ്കിലും മെറ്റൽ നികുതിയാണെങ്കിലും വെള്ള നികുതിയാണെങ്കിലും എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ